ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൻ്റെ ഒന്നാമത്തെ ലോങ് വീഡിയോ ആണിത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കവായി ഫോൾഡർ നോട്ട്ബുക്കാണ്. വളരെ ക്യൂട്ടാണ്, വളരെ ഈസിയാണ്. കുറച്ച് ചാർട്ട് പേപ്പറും കുറച്ച് പേപ്പറും മാത്രം ഇതിന് മതി. നമുക്കെങ്കിൽ ഉണ്ടാക്കാം. ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു നോട്ട്ബുക്ക് എന്നേ തോന്നുന്നു. ഇതൊരു കവായി ഫോൾഡിംഗ് നോട്ട്ബുക്കാണ്. ഒരു ചാർട്ട് പേപ്പർ എടുത്ത് അതിൽ 14x12 സെൻറ്റിമീറ്റർ അളവ് വരച്ചെടുക്കുക. ആ അളവ് വരച്ചെടുത്തതിന് ശേഷം അത് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റിമീറ്റർ അനുസരിച്ച് അതൊന്ന് മടക്കിയെടുക്കുക. അത് നല്ലതുപോലെ തന്നെ മടക്കിയെടുക്കുക. സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 9 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് അളവ് വരുന്നത്. ആ അളവ് വെച്ച് നല്ലതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ നോട്ട് പാഡ്സ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇന്നലെ തന്നെ കളേഴ്സ് ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്തു. ഞാൻ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തത്. ഇന്നലെ തന്നെ ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ലവിൻ്റെ നോട്ട് പാഡാണ്. അതിനായി കുറച്ച് ലവ്സ് വെട്ടിയെടുത്തിട്ട് നീല സ്കെച്ച് വെച്ച് അതൊന്ന് നല്ലതുപോലെ ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ എല്ലാത്തിലും ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡർ ചെയ്തെടുത്ത ആ ലവിൻ്റെ നോട്ട് പാഡ് നമുക്കിനി സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് വേറൊരു ഡിസൈനിലുള്ള നോട്ട് പാഡാണ്. ആ നോട്ട് പാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 5x5 സെൻറ്റിമീറ്ററാണ് അളവെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു പാറ്റേൺ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെക്ക് ആയിട്ടുള്ള പാറ്റേൺസാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഇത് കാണിക്കാം. ഇതേപോലെ വരച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാ പേപ്പറിലും ഞാൻ അത് വരച്ചെടുത്തിട്ടുണ്ട്. അത് വരച്ചെടുത്തതിന് ശേഷം ഞാൻ അതും പിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത നോട്ട് പാഡ് ഉണ്ടാക്കാം. അതിനും 5x5 സെൻറ്റിമീറ്ററിലാണ് അളവെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ബോർഡർ വരച്ചു കൊടുക്കുക. ബോർഡർ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ബ്ലാക്ക് പെന്ന് വെച്ച് ഒരു പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വരച്ചാൽ മതി. എല്ലാത്തിലും അതേ പാറ്റേൺസ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത നോട്ട് പാഡ് ഉണ്ടാക്കാം. അടുത്തത് കുട്ടി കുട്ടി നോട്ട് പാഡ്സാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് പോൾക്ക ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കുറേ അധികം പേപ്പറുകളിൽ ഞാൻ ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പിൻ ചെയ്തു. അത് പിൻ ചെയ്തതിന് ശേഷം അതേ സെൻറ്റിമീറ്ററിൽ തന്നെ ഞാൻ 5x2.5 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വേറൊരു പാറ്റേൺ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് സ്കെച്ച് എടുത്തതിന് ശേഷം ആ പേപ്പറിൽ ഒരു ബോർഡർ കണക്കിന് വരച്ചു കൊടുത്തു. ആ ബോർഡർ കണക്കിന് വരച്ചു കൊടുത്തതിന് ശേഷം അതും കൂടെ പിൻ ചെയ്തെടുത്തു. ഞാൻ എല്ലാ പേപ്പറിലും അതേപോലെ ബോർഡർ വരച്ചു കൊടുത്തതിന് ശേഷം അത് പിൻ ചെയ്തെടുത്തു. നമുക്കിനി അടുത്ത നോട്ട് പാഡ് ഉണ്ടാക്കാം. അതിന് ഞാൻ 5x2.5 ആണ് അളവെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഒരു വേവ് കണക്കുള്ള പാറ്റേൺ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും വേവ് കണക്കുള്ള പാറ്റേൺസ് വരച്ച് കിട്ടുമ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം കിട്ടും. അപ്പോൾ അതും കൂടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ടു ഡു ലിസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് 7.5 ആണ്. എന്നിട്ട് അതിൻ്റെ സൈഡിലൊരു വേവ് പാറ്റേൺ വരച്ചു കൊടുക്കുക. എല്ലാത്തിലും അങ്ങനത്തെ വേവ് പാറ്റേൺസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ മുകളിലൊരു ചെറിയ സൂര്യനെ വരച്ചു കൊടുത്തിട്ട് അതിൽ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ടു ഡു ലിസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം കുറച്ച് ലൈൻസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ആ പാറ്റേൺസ് എല്ലാം വരച്ചെടുത്തതിന് ശേഷം അതും കൂടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഞാൻ അതിൻ്റെ ബേസിലെ പാറ്റേൺസും ഇതേക്കുള്ള ചെക്ക് പാറ്റേൺസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മുഴുവൻ ഇതേപോലത്തെ ചെക്ക് പാറ്റേൺസ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് മടക്കി നോക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ എന്ന് മടക്കി നോക്കുക. ഉണ്ടാക്കിയ നോട്ട് പാഡ്സ് എല്ലാം അതിൽ അറേഞ്ച് ചെയ്ത് നോക്കുക. എല്ലാം കറക്റ്റായിട്ട് അതിലിരിക്കുന്നുണ്ടോ എന്ന്.
ഞാൻ ടു ഡു ലിസ്റ്റ് ഇതിൻ്റെ നടുക്കായിട്ടും പിന്നെ 3 ചെറുത് നോട്ട് പാഡ്സ് ചെയ്തത് അതിൻ്റെ അപ്പുറത്തായിട്ടും മറ്റത് ഏറ്റവും അറ്റത്തും പിന്നെ ആ ലവിൻ്റെ ഇത് ഇങ്ങറ്റത്തുമായിട്ട് പിന്നെ ഞാൻ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അത് എല്ലാ നോട്ട് പാഡുകളിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലും കൂടെ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ ഓൾ ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.